കേരളത്തിലെ തദ്ദേശവിധി സുതാര്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ സാക്ഷ്യമായി. ഈ വിജയം ഇടതുമുന്നണി അർഹിച്ചിരുന്നതാണ്. തിരിച്ചടി കേരളത്തിലെ പ്രതിപക്ഷവും അർഹിച്ചിരുന്നതാണ്. രാജ്യമെങ്ങും പടർന്നു വളരുന്ന BJPയെയും പരമാവധി ഒതുക്കി നിർത്തിയ ജനവിധി പുരോഗമന ജനാധിപത്യ രാഷ്ട്രീയത്തിന് അപൂർവമായ പ്രത്യാശ പകർന്നു. ക്ഷേമ പദ്ധതികളിലും ഭക്ഷ്യക്കിറ്റുകളിലും ഒതുക്കി നിർത്താനാകുന്ന വിജയമല്ല ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയത്. മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് കേരളത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത കൂടി പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്നാണ് ഇടതുമുന്നണിക്ക് ഈ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നത് ഏറ്റവും പ്രധാനമാണ്. തെറ്റുകൾ സ്വയം വിലയിരുത്താനും തിരുത്താനും തിരിച്ചു മുന്നേറാനും ഇന്നത്തെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് കഴിയുന്നു എന്നതിന് ദേശീയ പ്രാധാന്യവുമുണ്ട്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകും. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ മോശം പ്രകടനവും ഭരണമുന്നണിയെ തുണച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ തദ്ദേശ വിധിയുടെ കാരണങ്ങൾ വളരെ ലളിതമാണ്, ശുഭകരവുമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർ നിലപാട് തീരുമാനിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ കേരളത്തിൽ ആർക്കായിരുന്നു മുൻതൂക്കം? ഉദാഹരണത്തിന് മെച്ചപ്പെട്ട ഭരണം, രാഷ്ട്രീയ നയസമീപനം, അഴിമതി, മതനിരപേക്ഷ നിലപാടുകൾ, ഇങ്ങനെ ഓരോന്നായി പരിശോധിച്ചാൽ ഇടതുമുന്നണിയോട് ആരാണ് മത്സരിച്ചത്? പ്രബുദ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് കേരളത്തെ പൊതുവായി വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും പ്രായോഗിക രാഷ്ട്രീയമാണ് കേരളം ഓരോ തെരഞ്ഞെടുപ്പിലും പുറത്തെടുത്തിട്ടുള്ളത് എന്ന് കാണാം. എപ്പോഴും മൂല്യങ്ങളോട് കടുത്ത നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്താനാകില്ല. പക്ഷേ മലയാളികൾ ഒരു തരത്തിലും അരക്ഷിതാവസ്ഥ ആഗ്രഹിക്കുന്നില്ല, ഒരു മൗലികവാദത്തെയും അംഗീകരിക്കില്ല. സമാധാനപരമായ ജീവിതത്തെ സ്വാധീനിക്കാവുന്ന, ജീവിത സുരക്ഷിതത്തെ ബാധിക്കുന്ന, നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒന്നും അനുവദിക്കില്ല. പരിമിതമായ ജീവിത സാഹചര്യത്തെയും സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുന്ന പരീക്ഷണത്തിനും തയ്യാറല്ല. സംഘടിത സുരക്ഷിത ബോധത്തിനുള്ളിൽ നിൽക്കാനാണ് മലയാളി താല്പര്യപ്പെടുന്നത്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങളിൽ സൂക്ഷ്മതയും മിനിമം നിർബന്ധവും കേരളത്തിനുണ്ട് എന്നത് വ്യക്തവുമാണ്. ആ ഘടകങ്ങൾ ഓരോന്നായി എടുത്ത് പരിശോധിച്ചാൽ ഇത്തവണ ഇടതുമുന്നണിക്ക് തന്നെയായിരുന്നു കൂടുതൽ സാധ്യതയെന്ന് കാണാം. ഒന്ന്, ഭരണനിർവഹണം. ഈ സർക്കാരിന്റെ ഭരണനിർവഹണം മെച്ചപ്പെട്ട രീതിയിലാണ് അവസാന വർഷങ്ങളിൽ പോലും മുന്നോട്ടു പോകുന്നതെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. പഴയ കോവിഡ് കാലങ്ങളിൽ മികവുറ്റ ഭരണ നേതൃത്വമാണ് ദൃശ്യമായത്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഭരണം ജനങ്ങൾക്ക് അനുഭവപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃശേഷിയും അംഗീകരിക്കപ്പെട്ടു. ഈ തെറ്റ് തിരിച്ചറിഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ് എന്നൊരു സന്ദേശം നൽകാൻ സർക്കാരിനായി. 2, ക്ഷേമ പദ്ധതികൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഭക്ഷ്യക്കിറ്റ് വിതരണ പ്രഖ്യാപനങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലും മധ്യനിരയിലും കഴിയുന്ന ജനങ്ങളെ സുരക്ഷിതരാക്കി. ഓരങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതങ്ങളോടുള്ള പ്രത്യേക പരിഗണന പ്രതിസന്ധി കാലത്ത് പ്രകടമായി. ലൈഫ് പദ്ധതിയിലൂടെ ഭവന സുരക്ഷ തിരിച്ചറിഞ്ഞ 2.5 ലക്ഷത്തോളം കുടുംബങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ടായി. പെൻഷനെയും ഭക്ഷ്യക്കിറ്റിനെയും പുച്ഛിക്കുകയും ലൈഫ് പദ്ധതി ആകെ പ്രശ്നമാണ് എന്ന പ്രതീതി ഉണ്ടാക്കുകയും ചെയ്ത പ്രതിപക്ഷം നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ മാത്രം ഊന്നുന്നു എന്ന അവിശ്വാസമുണ്ടാക്കി. സർക്കാരും CPM-ഉം ആസൂത്രിതമായ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി നേടിയെടുത്ത വിശ്വാസത്തിന് പകരം വെക്കാവുന്ന വാഗ്ദാനങ്ങളൊന്നും പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ല. നല്ല പൊതുസമ്പർക്ക പ്രചാരണം കൂടിയായതോടെ ഇതൊക്കെ എന്ത് എന്ന പ്രതിപക്ഷ ചോദ്യം പലപ്പോഴും പരിഹാസ്യമായി അവസാനിച്ചു. 3, വികസന പദ്ധതികൾ. ആസൂത്രണവും പ്രതിബദ്ധതയും ഇല്ലാത്തതുകൊണ്ട് മാത്രം വർഷങ്ങൾ പിന്നിൽ പോയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇടതു സർക്കാർ ഊന്നൽ നൽകി. എന്നോ നിർമ്മിക്കേണ്ടിയിരുന്ന പാലങ്ങളും മേൽപ്പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും സമയബന്ധിതമായി നടപ്പാക്കി കാണിക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞു. ഗെയിൽ പദ്ധതി, ദേശീയപാത വികസന കാര്യങ്ങളിൽ പ്രതിസന്ധി മറികടക്കാൻ ശേഷിയുണ്ട് എന്ന് തെളിയിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിനായി. വികസനത്തിന് വേഗം പോരാ എന്ന് വിമർശിക്കാനല്ലാതെ കേരളത്തിന് എന്തു വേണം, എവിടെയാണ് ഊന്നലില്ലാത്തത് എന്ന് വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കാനോ ചോദ്യമുയർത്താനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല.
സത് അഴിമതി. അഴിമതിരഹിത ഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നിലവിലുള്ള ഏറ്റവും നല്ല സാധ്യത ഏതാണ് എന്ന് ചോദ്യമുയർന്നാൽ ഞങ്ങളാണ് മുന്നിൽ എന്ന് അവകാശപ്പെടാൻ ഇടതുമുന്നണിക്കായി. സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അഴിമതി ഇതൊക്കെ ചോദ്യമായെങ്കിലും കേരളത്തിലെ ജനങ്ങൾ വിശാലമായ ക്യാൻവാസിൽ തന്നെ വിലയിരുത്തി. അഴിമതി എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുക? വലിയ ഉദാഹരണമായി പാലാരിവട്ടം പാലം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. അഴിമതി ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതെങ്ങനെയെന്ന് ഓരോ ദിവസവും ഇന്ധന വിലയിലൂടെയും പാചകവാതക വിലയിലൂടെയും തിരിച്ചറിയുന്ന മനുഷ്യർക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ നഷ്ടപ്പെടാൻ നേരിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞില്ല. 5. മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാട്. ഭീഷണിയാകുന്ന മതേതരത്വം എന്ന ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ പരിഗണിച്ചുവെന്ന് നമ്മൾ കണ്ടതാണ്. പ്രായോഗിക ബുദ്ധിയുള്ള മലയാളി ഈ ഭീഷണിയെ നോക്കിക്കാണുന്നത് മതത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയം എന്ന് മാത്രമായിരിക്കില്ല. മതധ്രുവീകരണ രാഷ്ട്രീയം അതിഭയങ്കരമായ കാപട്യമാണ്. ഞങ്ങൾക്ക് ഒരു ജനതയുടെ ശരിയായ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തി കഠിനാധ്വാനം ചെയ്യാനോ അവരുടെ ജീവിതത്തിന് വേണ്ട വികസന പദ്ധതികൾക്ക് തലപുകയ്ക്കാനോ താല്പര്യമില്ല എന്ന നേരിട്ടുള്ള കുറ്റസമ്മതം കൂടിയാണത്. മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ തിരിച്ചറിയാൻ മാത്രമുള്ള ബുദ്ധി മലയാളികൾക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചതാണ് പ്രതിപക്ഷത്തിന്റെ വെൽഫെയർ സഖ്യത്തിലെ ആദ്യത്തെ പ്രശ്നം. ശബരിമലയിൽ UDF സ്വീകരിച്ച രാഷ്ട്രീയം കേരളത്തിന് സ്വീകാര്യമാണ് എന്ന് സത്യത്തിൽ ഇപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ വിവാദങ്ങൾ മാത്രം ഫലം കൊണ്ടുവരും എന്ന് കാത്തിരുന്ന പ്രതിപക്ഷം മേലനങ്ങാതെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന പതിവ് അലസത കാണിച്ചു. പ്രതിലോമകരമായ ആക്രമണോത്സുകതയിൽ അഭിരമിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ UDFനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല എന്നതിലാണ് അതിശയിക്കേണ്ടത്. വേണമെങ്കിൽ തിരുത്താൻ അവസരം ബാക്കി വെക്കുന്നുണ്ട് കേരളത്തിലെ വോട്ടർമാർ. പക്ഷേ ഇനി രണ്ടാമതൊരവസരം കൂടി ഉണ്ടാകുമെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും പ്രതീക്ഷിക്കരുത്. 1.25 വർഷം മുൻപ് 20 ലക്ഷം വോട്ടിന്റെ മുൻതൂക്കമുണ്ടായിരുന്ന UDF ആണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അന്ന് 127 നിയമസഭാ മണ്ഡലങ്ങളിലും UDFനായിരുന്നു മേൽക്കൈ. ഇത്തവണ 101 മണ്ഡലങ്ങളിലേക്ക് LDFന് ഭൂരിപക്ഷം തിരിച്ചുപിടിക്കാനായി.